ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈസ്റ്റോ അല്ലെങ്കിൽ സോഡാപ്പൊടി ഒന്നും ചേർക്കാണ്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പച്ചരിയാണ്. ഞാനിപ്പോൾ ഒരു 4 മണിക്കൂർ കുതിർത്തിട്ടുള്ള 250 ml കപ്പിന് 2 കപ്പ് പച്ചരിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 4 മണിക്കൂർ കുതിർന്ന് കിടക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്ത ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒറ്റ ട്രിപ്പിനിട്ട് അരയ്ക്കാൻ പറ്റുന്നതാണ് എങ്കിൽ ഒറ്റ ട്രിപ്പിൽ അരയ്ക്കുക. ഞാനിപ്പോൾ മിക്സിയുടെ ജാറ് വലുതായത് കൊണ്ട് തന്നെ ഒറ്റ ട്രിപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളമൊന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ഈ അരി മാത്രം ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചേർക്കണം കേട്ടോ. ഒരിക്കലും നമ്മുടെ പാലപ്പത്തിൻ്റെ മാവ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോകാനായിട്ട് പാടില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് നമ്മുടെ മിക്സ് അടിച്ചെടുത്തിട്ടുണ്ട്. അതാണ്ട് നമ്മൾ ആ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ വേണം നിങ്ങൾ അരച്ചെടുക്കാൻ. ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആ അരി എടുത്തിട്ടുള്ള സെയിം കപ്പിന് 1 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ചോറ്. നമ്മൾ തേങ്ങ എടുക്കുന്നതിൻ്റെ നേരെ പകുതി ചോറ് എടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാവെള്ളം ഇല്ലേ, ഒരു 1/4 കപ്പ് തേങ്ങാവെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് തലേ ദിവസം തന്നെ നമ്മൾ ഒന്ന് പൊങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ കള്ളിൻ്റെ ഒരു ടേസ്റ്റിലായി കിട്ടും. ഇത് നിങ്ങൾ നേരത്തെ ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ നേരത്തെ തലേ ദിവസം തന്നെ ചെയ്ത് വെച്ചതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച് നമ്മുടെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഈസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ സോഡാപ്പൊടിയുടെയോ ഒന്നും ആവശ്യമില്ല. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് കൊടുക്കുക. നിങ്ങൾ മാവ് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മുടെ മാവ് ഉണ്ടാവാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാലപ്പം ചുട്ടെടുക്കാനായിട്ട് തുടങ്ങുന്ന ആ ഒരു ടൈമിൽ നല്ല കറക്റ്റായിട്ട് നമ്മുടെ മാവ് കിട്ടും. ഇനി നമുക്കൊരു 3-4 മണിക്കൂർ ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നിങ്ങൾ വൈകിട്ടത്തേക്കൊക്കെ ആണെങ്കിൽ ഒരു ഉച്ചയ്ക്കോടെ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഏകദേശം നമ്മളൊരു 4 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മാവയ്ക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നമ്മളിതിൽ ഈസ്റ്റോ അങ്ങനെ ഒന്നും ചേർത്തല്ല കേട്ടോ വെച്ചിട്ടുള്ളത്. അത് അല്ലാണ്ട് തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് നമ്മുടെ തേങ്ങാവെള്ളത്തിൽ നമ്മൾ പഞ്ചസാര ചേർത്ത് വെച്ചില്ലേ, അതിൻ്റെ ഒരു പെർഫെക്ഷൻ കൊണ്ടാണ് കേട്ടോ മാവ് ഇത്രയും പെർഫെക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇനി ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതാകുമ്പോൾ നമ്മൾ മറ്റേ ഈസ്റ്റൊക്കെ നമ്മുടെ ശരീരത്തിന് കേടായിട്ടുള്ള ഐറ്റംസ് അല്ലേ, നമ്മളപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി പാലപ്പം നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മറ്റു പരിപാടിയൊന്നുമില്ല. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാലപ്പം ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ ഞാനിവിടെ നമ്മുടെ നോർമൽ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി കൊടുത്ത ശേഷം നമ്മുടെ പാലപ്പത്തിന് എത്രയാണോ മാവ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത്രയും ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത് കണ്ടില്ലേ, നല്ല കുഴിയൊക്കെ ബബിൾസൊക്കെ വന്നിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ബബിൾസ് വരുമ്പോൾ നമ്മളൊന്ന് അടച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് സൈഡൊക്കെ മുരിഞ്ഞ് നിൽക്കുന്ന പാലപ്പമായിരിക്കും ചിലർക്കൊക്കെ ഇഷ്ടമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സോഡാപ്പൊടിയോ അല്ലെങ്കിൽ ഈസ്റ്റോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പെർഫെക്റ്റ് എന്തായാലും മസ്റ്റായിട്ടും എല്ലാവരും ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് വീഡിയോസിൽ ഞാൻ പാലപ്പത്തിനെ കുറിച്ച് ഷെയർ ആക്കിയിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഷെയർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു, ബൈ.